അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കാനായി സുപ്രീം കോടതി സുന്നി വഖഫ് ബോർഡിന് അനുവദിച്ച സ്ഥലം തിരിച്ചെടുക്കണമെന്ന് ബിജെപി. ഈ ആവശ്യം ഉന്നയിച്ച് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ബിജെപി നേതാവ് രജനി സിംഗ് കത്തയച്ചു. അല്ല പൊന്നെ, ഇതെന്താ കേക്കാത്ത വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പൊ ഓൾറെഡി ആ ഒരു ഭൂമി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയാണ് തിരിച്ചു വേണം പറഞ്ഞ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുത്തബ് മിനാർ ഞങ്ങളതാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയും കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഗൾമാരുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ അതൊക്കെ ഞങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികൾ കേസ് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇവിടെ മുസ്ലിങ്ങൾ മത സൗഹാർദ്ദം നശിപ്പിക്കുന്നു, അവിടെ പള്ളി ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്, വിദ്വേഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അത് തിരിച്ച് പിടിച്ചെടുക്കണമെന്ന് യോഗി ആദിത്യനാഥിന് ഒരു കത്തയച്ചിരിക്കുകയാണ് ബിജെപിയിലെ ഒരു നേതാവ്. അതായത് ഈ രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഈ രാജ്യത്തിന് വേണ്ടി എത്ര അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബിജെപിക്കാർ പറഞ്ഞതാണ് കേട്ടോ. ബാബരി മസ്ജിദ് തകർത്തതല്ല, തകർന്നു വീണതാണ്. അവിടെ ശരിക്ക് സ്വയംഭൂവായത് തന്നെയാണ് ശ്രീരാമന്റെ വിഗ്രഹം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പകല് പോലെ എല്ലാവർക്കും അറിയുന്ന സത്യമായതുകൊണ്ട് വല്ലാണ്ട് പറയണ്ട, ഒന്ന് കേട്ടു വെക്കാം. പതിറ്റാണ്ടുകൾ നീണ്ട അയോധ്യ തർക്കത്തിൽ 2019 നവംബർ 9 വിധി വന്നത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിച്ചത്. വിധി പ്രകാരം ബാബരി മസ്ജിദ് തകർത്തിയെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കുകയും അയോധ്യയിലെ തന്നെ ധന്യപൂരിൽ മസ്ജിദ് നിർമ്മിക്കുന്നതിനായി 5 ഏക്കർ അനുവദിക്കുകയുമായിരുന്നു. കേസിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സുന്നി വഖഫ് ബോർഡിനായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ അനുവാദം നൽകിയത്. അനുവദിച്ച ഭൂമിയിൽ മസ്ജിദിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഇന്തോ ഇസ്ലാമിക് കൾച്ചർ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മസ്ജിദ് നിർമ്മിക്കാനല്ല മുസ്ലിം സമുദായം ശ്രമിക്കുന്നത്, ഒരു മസ്ജിദിന്റെ മറവിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ബിജെപി നേതാവിന്റെ ആരോപണം. അടിപൊളി. മതത്തിന്റെ പേരിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാറാണ് എന്ന് ആ പൊട്ടൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. വളരെ മനസമാധാനത്തോടുകൂടി നമസ്കരിച്ചു പോയിരുന്ന ഒരു പള്ളി തകർത്തിട്ട് ഡയലോഗ് അടിക്കുക അല്ലെ, എന്നിട്ട് അത് അമ്പലമാക്കിയിട്ട് എന്ത് മനുഷ്യന്മാരെന്ത് ഊളകളാണോ ഇവര്. സമാധാനം നഷ്ടപ്പെടുത്തിയത് നശിപ്പിച്ചത് ഇവര്, എന്നിട്ട് ഇപ്പൊ നശിപ്പിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങളാണെന്ന് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ഡയലോഗ് അടിക്കൊരു കുറവുമില്ല. യുപി ആദിത്യനാഥിനോട് അയച്ചു കൊടുത്തിരിക്കുകയാണ് യോഗിക്ക്. അതായത് ഇതൊന്ന് ചെയ്തതായോ, ഇതൊന്ന് പിടിച്ചെടുത്തതായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ അല്ലെ, അത് ഇവര് പറയുന്നുണ്ട് ഇടയിൽ. അതായിരുന്നു ഇവിടെയുള്ള വാസ്തു വിദ്യകള്. ഓരോ മുഗൾമാരുണ്ടാക്കിയ ഓരോ വസ്തുക്കളുടെ മുകളിൽ നമുക്കത് കാണാൻ കഴിയും. പക്ഷെ അതൊന്നും അങ്ങനെയല്ല, അതൊക്കെ ഹിന്ദുക്കളിൽ നിന്നും പിടിച്ചടക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നാറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല ഒരു പ്രവണതയാണ്. ഞങ്ങൾ ഇത് സംഭവിച്ചില്ലെങ്കിൽ അതിശയം ഉണ്ടാകുന്ന ഒരു വിഷയമായിട്ട് കണ്ടതാണ്. സംഭവിച്ചല്ലോ, വളരെ വളരെ സന്തോഷം. സുപ്രീം കോടതിയുടെ വിധിക്ക് വിപരീതമായി സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് അനുവദിച്ച സ്ഥലം മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ഏൽപ്പിച്ചവർ മറ്റ് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ലക്ഷ്യം ഒരിക്കലും അനുവദിച്ച സ്ഥലത്ത് പള്ളി നിർമ്മിക്കലായിരുന്നില്ല. പള്ളി എന്ന പേരിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കലായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ലക്ഷ്യം തങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ നടത്താനായില്ല. ഇതാണ് ബിജെപി നേതാവ് രജനി സിംഗ് യോഗിക്ക് എഴുതിയ കത്തിൽ കുറിച്ചിരിക്കുന്നത്. എന്റെ പൊന്നുമോനെ, നിങ്ങൾ അന്ന് അവിടെ ചെന്നിട്ട് തകർത്തില്ലേ, ബാബരി മസ്ജിദ് തകർത്തില്ലേ? ആ ഒരു സമയത്ത് ഈ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കരുതെന്ന് ആഹ്വാനം ചെയ്തവരാണ് മുസ്ലിങ്ങൾ. ഈ ഇന്ത്യയിൽ ഈ കേരളത്തിലുള്ള തങ്ങന്മാരൊക്കെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് ആരും പ്രക്ഷോഭം ഉണ്ടാക്കരുത്, സംയമനം പാലിക്കുക, എല്ലാത്തിനുമുള്ള മറുപടി അള്ളാഹു കൊടുത്തുകൊള്ളും എന്ന് കൃത്യമായി പറഞ്ഞ ആളുകളാണ്. അല്ലാതെ മനുഷ്യന്മാര് ചെന്നിട്ട് അവിടെ ബഹളം വെച്ചിട്ടില്ല. നിങ്ങളെ അവിടെ സമാധാനപരമായിട്ടൊരു സമ്മേളനം നടത്തുന്നു, അതിനിടയിലൂടെ പോലീസുകാരെ പോലെ അടിച്ചമർത്തി 2000-ഓളം ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ട് അവിടെ ചെന്ന് അത് തകർത്തിട്ട് പറയുക മനസമാധാനം കളഞ്ഞത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന്. കൊള്ളാം, നല്ല ഡയലോഗ്. എനിക്ക് അതൊക്കെ ഒരു സങ്കടം തോന്നിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞ തുക വളരെ 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 തുച്ഛമായ തുകയാണ്. ആളുകൾ ഫണ്ട് കൊടുക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? സ്വന്തം അമ്മയെ തല്ലിച്ചതച്ച് കൊന്നതിന് ശേഷം പറയാ ഒരു ഡമ്മി അമ്മയെ തന്നിട്ട് ഇത് നിന്റെ അമ്മയാണെന്ന് പറയുമ്പോൾ സ്വീകരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് ആളുകളുടെ മനസ്സിനകത്ത് അത്രയധികം വിഷമമുണ്ട്. ആ വിഷമം ഒരിക്കലും ഒരു വർഗീയ ലഹളയായിട്ട് ഒരു മുസൽമാനും അവിടെ ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്നു മതവികാരം വ്രണപ്പെടുത്തുന്നു, സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സമ്മതിക്കുന്നില്ല, മുസ്ലിങ്ങൾ അഴിഞ്ഞാട്ടമാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് അവസ്ഥയാണ്? ആ പറയുന്ന ആൾക്ക് മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ വല്ല വേറെന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനൊന്നല്ലല്ലോ കാണുക. മുസ്ലിം സമുദായത്തിന് പ്രാർത്ഥനയ്ക്ക് പള്ളികൾ ആവശ്യമില്ലെന്നും പള്ളി നിർമ്മാണം എന്ന പേരിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയും ഭിന്നതയും നിലനിർത്താൻ ശ്രമിക്കുകയാണെന്നും ബിജെപി നേതാവ് കത്തിൽ കൂട്ടിച്ചേർത്തു.
PTIക്ക് നൽകിയ അഭിമുഖത്തിൽ ബാബറി പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും ഹിന്ദു വികാരം വ്രണപ്പെടുത്താനുമാണ് മുസ്ലിം സമുദായം പുതിയ മസ്ജിദ് വഴി ശ്രമിക്കുന്നതെന്നും രജനി സിംഗ് ആരോപിക്കുന്നു. 2022 താജ്മഹൽ തേജോ മഹാലയ എന്ന ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചയാളാണ് ഈ രജനി സിംഗ്. ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നത് ഹിന്ദുക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന തീവ്രവാദികളായിട്ടുള്ള നിന്നെ പോലെയുള്ള കൂഷ്മാണ്ഡങ്ങളാണ്. ഇവിടെയുള്ള RSSകാരാണ്. ഞങ്ങളാണ് ഹിന്ദുക്കളുടെ എല്ലാതും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തലപ്പത്ത് നിങ്ങൾ കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഹിന്ദുക്കളുടെ ഇത് വ്രണപ്പെടുത്തുന്നത് നിങ്ങളാണ് ഞങ്ങളെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങൾ ഓരോ വൃത്തികേടുകൾ പറയുമ്പോൾ ഓരോ പള്ളിക്കടിയിൽ നിന്നും നിങ്ങൾക്ക് അത് കിട്ടുന്നു ഇത് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിംഗങ്ങൾ കിട്ടുന്നു അല്ലെ. എന്നിട്ട് അത് തോണ്ടി മാന്തി അവരെ സമാധാനത്തോടുകൂടി നിസ്കരിച്ചിരുന്ന പള്ളിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഹിന്ദുക്കൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? കോട്ടമല്ലാതെ. ഹിന്ദുക്കൾ ജന്തുക്കൾ എന്ന് ഒരാൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് സത്യം തന്നെയാണ്. അത് നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ കുറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാം. വളരെ മോശമായിട്ടും നമ്മളെ ഹിന്ദുക്കൾക്ക് മതവ്രണപ്പെടുന്നുണ്ടെന്ന്. എടാ നീയാണ് ഇതൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് തോളത്തിരുന്ന് ചെവി തിന്നണ പരിപാടി. ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് വൃത്തികേടുകൾ ചെയ്യുന്ന നീയാണ്. മുസ്ലിങ്ങൾ സമാധാനത്തോട് കൂടിയിട്ടല്ലേ പോയിരുന്നത്, അത് തകർത്തിട്ടല്ലേ നീ ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുത്ത സ്ഥലം കൂടി നിനക്ക് തിരിച്ചു വേണമല്ലേ. കൊള്ളാം, അടിപൊളി. കണ്ടിന്യൂ. 1992 ഡിസംബർ 6-നാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദ് തകർത്തത്. കേസിൽ നിന്നിരുന്ന ഭൂമിയിലേക്ക് 1,50,000-ഓളം വരുന്ന കർഷകരുടെ മാർച്ച് സംഘടിപ്പിച്ചു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ BJP നേതാക്കൾ മാർച്ചിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അക്രമ സംഭവങ്ങൾക്കും സംഘർഷത്തിനും സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് ഉച്ചയോടെ കർഷകർ കാവിക്കൊടികളുമായി മസ്ജിദിനുള്ളിലേക്ക് കടന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സുരക്ഷാ സേനയെ കീഴടക്കുകയും പള്ളി ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. പിന്നാലെ രാജ്യത്താകമാനമുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ ഏകദേശം 2000 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി അടങ്ങുന്ന മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും 2020 തെളിവുകൾ അവ്യക്തമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി പ്രത്യേക CBI കോടതി പ്രതികളെ വെറുതെ വിട്ടു. CBI ഒക്കെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? ഇപ്പൊ കോടതികൾ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും രാജ്യത്തിന്റെ ഒരു ചെറിയൊരു സംഭവമായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. കാരണം അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. മതസൗഹാർദ്ദം എത്രത്തോളം കാത്തു സൂക്ഷിക്കണമെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അത് അത്ര വലിയ പ്രശ്നമാവാതിരുന്നത്. എന്നിട്ടും പറയുകയാണ് അത് പിടിച്ചെടുത്തതിന് ശേഷം അവർക്ക് കൊടുത്ത പള്ളിയുടെ സ്ഥലം പോലും തിരിച്ചു വേണം, മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ. എടോ, അവരെ നിങ്ങളാണ് നശിപ്പിച്ചത്, അവരെ നിങ്ങളാണ് ഇല്ലായ്മ ചെയ്തത്, അവരെ നിങ്ങളാണ് വിഘടിപ്പിച്ചത്. എന്നിട്ടും ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല അല്ലെ. കൊള്ളാം. ഇപ്പൊ ഇത്ര അധികം വിഷയങ്ങളൊക്കെ ഉണ്ടായി നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരു RSSന്റെ മേധാവി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിലും ശിവലിംഗം തെളിയേണ്ടതില്ല എന്ന നേരത്തെ എന്തായാലും ആ ഒരു പ്രസ്താവന ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വൈകിട്ട് വരുമ്പോഴാണ് മോഹൻ ഭാഗവത് ഈ ഒരു പ്രസ്താവന നടത്തിയത്. എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും അയോധ്യയില്ല എന്നാണ് മോഹൻ ഭാഗവത് നിർദ്ദേശിക്കുന്നത്. അതായത് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇവര് ഒരു തൊടുത്ത് വിട്ടൊരു അമ്പുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു തുടക്കം ഇട്ടത് ബാബരി മസ്ജിദിലാണെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നത് എല്ലാ പള്ളികളുടെയും അടിതോണ്ടിക്കൊണ്ടാവും. അത് ഇവർക്ക് തുടക്കം ഇടാനേ അറിയുള്ളൂ. അത് പിടിച്ചു വെക്കാറില്ല. വജ്രായുധം പോലെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അണുവായുധല്ലേ, അതുപോലെ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പൊട്ടത്തരം കാണിച്ചത് കൊണ്ട് ഇപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ പോവുക. ഇപ്പൊ പറയുന്നു അതൊന്നും വേണ്ടാന്ന്. നമുക്കറിയാം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഒരു വലിയ പ്രക്ഷോഭം നയിച്ചത് RSS ആയിരുന്നു. അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലം രാമജന്മഭൂമിയാണ്. അതുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു RSSന്റെ പ്രക്ഷോഭം. ഒടുവിൽ അവിടെ കോടതി വിധിയിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. എന്തായാലും രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് ഇന്ത്യയിലെ ഒരു വികാരമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിലെ പ്രക്ഷോഭങ്ങൾ നടന്നത് എന്ന് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. എന്ത് വികാരമായിരുന്നു എന്നാ പറയുന്നത്? നിങ്ങൾ അവിടെ UP നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഹിന്ദുക്കൾക്ക് ഇത് വേണമെന്നുള്ളത്. ഹിന്ദുക്കൾ ആരും ശ്രീരാമനെ ദൈവമായി കാണുന്നില്ല, നിങ്ങളാണ് ദൈവമായി കാണുന്നത്. ഞങ്ങൾ ദൈവമായിട്ടല്ല കാണുന്നത്, മനുഷ്യനായിട്ടാണ്. രാമായണം വായിച്ച ആളുകൾക്ക് നല്ല ഒരു മനുഷ്യനെ കാണാൻ കഴിയും എന്നാണ് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതൊരു ഐതിഹ്യമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല. അന്ന് ആദ്യത്തെ പൂജാരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ക്ഷേത്രം പണിയേണ്ട ആവശ്യമൊന്നുമില്ല, എവിടെയാണോ വിഗ്രഹം ഇരിക്കുന്നത് അവിടെയാണ് പവിത്രമായ ക്ഷേത്രം, അതാണ് വേണ്ടത്.
പക്ഷെ അതിനെ പറഞ്ഞ അയാളും കൊന്നു. ഇപ്പൊ ഡയലോഗ് അടിച്ചിരിക്കുക. കൊള്ളാം. അതേസമയം ഇന്ത്യ വലിയ വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് മതസൗഹാർദ്ദം നിലനിർത്തുന്നത് എന്നത് ലോകത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലായിടത്തും രാമക്ഷേത്രം ആവർത്തിക്കേണ്ടതില്ല. ഇതിന് സമാനമായ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ വളർത്തിക്കൊണ്ട് വരേണ്ടതില്ല എന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു നിർദ്ദേശിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. ഇവിടെയുള്ള എല്ലാ പള്ളികളും ഒരു തോണ്ടും. കാരണം ബുദ്ധി എന്നൊരു സാധനം ഇല്ല. ബുദ്ധിശൂന്യരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കൂഷ്മാണ്ഡങ്ങളാണ് ഇവറ്റക്ക് ദൈവം എന്നൊരു സാധനം ആരോ എഴുതി വെച്ച ഈ ചിത്രകഥയിലുള്ള സാധനങ്ങളൊക്കെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന, അതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള മറ്റുള്ള മനുഷ്യരെയും മറ്റുള്ള മതങ്ങളെയും തോണ്ടിക്കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. ഇവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ വാവിട്ട വാക്കും കൈവിട്ടായതും സെയിം സാധനം. അയോധ്യയ്ക്ക് ശേഷം കാശി, മധുര എന്നീ ഇടങ്ങളിലും നേരത്തെ RSSനും കൂടി സ്വാധീനമുള്ള സംഘടനകൾ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതോടൊപ്പം അടുത്തിടെ സംഭലിൽ വലിയ സംഘർഷം നടന്നു. അജ്മീർ ദർഗയെ കുറിച്ചുള്ള തർക്കം കോടതിയിൽ എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഒരു ക്ഷേത്രത്തെ കുറിച്ചുള്ള തർക്കം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇങ്ങനെ പല കേസുകളും കോടതികളിലേക്ക് വന്നതിന് ശേഷം സുപ്രീം കോടതി അടുത്തിടെ ഇത്തരം തർക്കങ്ങളിൽ കോടതികൾ ഇനിയൊരു ഉത്തരവ് നൽകരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ അങ്ങനെ നിലനിർത്തണം എന്ന നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം സുപ്രീം കോടതി പരിശോധിക്കാം എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും RSS മേധാവിയുടെ ഈ ഒരു പ്രസ്താവന വരുന്നത്. RSS മേധാവി ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹം ആ ഒരു മേഖലയിൽ ആ ഒരു സമ്മേളനത്തിനോ മീറ്റിംഗിലോ ഇരിക്കുന്ന സമയത്ത് ഇത്തരം വാക്കുകൾ പറയും. ഇതേ ആളുകൾ തന്നെയാണ് ശിവസേനയിലും അതേപോലെ ഹനുമാൻ സേനയിലും കരിങ്കുരങ്ങ് സേനയിലും ഒക്കെ ഉള്ളത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് കൊണ്ട് പറയും, അതായത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് കഴിയുമ്പോൾ ഇയാൾ ആ ട്രൗസർ, അതേ കാക്കി ട്രൗസർ ഇട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അയാൾ എന്താ ശിവസേനയുടെ ആളാണ്. ശിവസേന പറയുന്നത് അയാൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഈ തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകളുടെ സംഘടനകൾ എല്ലാം ഒന്നാണ്, എന്നാൽ ഡിഫറെന്റ് പേരുകളിലായിട്ട് അവിടെ ഇവിടെയും കിടക്കും. അവരോരോ മേഖലയിൽ ഇരിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയും. അതേ ആള് തന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ആ ഒരു മേഖലയിലേക്ക് പോകണം. അപ്പൊ അവർ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രവണത, ഇത് ഇങ്ങനെയാണല്ലോ, വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ഇവർക്കുള്ളത്. അത് തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാബരി മസ്ജിദ് എന്ന ആ ഒരു സ്ഥലം അതിനിയില്ല. അവർക്ക് വിട്ടുകൊടുത്ത സ്ഥലവും ഇനി ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ. അവരത് തിരിച്ചെടുക്കും, ഒരു തർക്കവും വേണ്ട. ഒരാളത് എന്റേതാണെന്ന് പറഞ്ഞ ഓണർഷിപ്പ് എന്റേതാണെന്ന് പറഞ്ഞ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് അവർക്ക് തന്നെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. ബാക്കിയുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ തുടരും. അമ്പലങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, തുടരും. പള്ളികൾ തുടരണം. അതിനുവേണ്ടി 91 ആക്ട് നിലനിൽക്കുക തന്നെ വേണം. അത്ര പറയുന്നുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.